ഞാൻ പത്രം കൊടുക്കുമ്പം ഞാൻ അതിനകത്തൊരു ഞുളുക്ക് പണി ചെയ്യും. കാരണം ഞാനും എൻ്റെ മോനും കൂടാണ് പത്രം കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ എൻ്റെ ഒരു നമ്പർ എഴുതിയിട്ടേക്കും. ഞാൻ വിചാരിക്കും അവരെന്നെ ആവശ്യത്തിന് എന്തെങ്കിലും വിളിച്ചാൽ എനിക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ഒരൊറ്റ ദിവസം തന്നെ പത്രം കൊടുക്കുന്നത് 200 പത്രങ്ങളൊക്കെ ഞങ്ങൾ വേണ്ടുന്നവർക്ക് ആവശ്യപ്പെടുന്ന രീതിയിൽ. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കത്തില്ല അന്ന് രാവിലെ. ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഉപവാസമുള്ള ദിവസമാണ്. എൻ്റെ മോനും ഒന്നും കഴിക്കത്തില്ല. അപ്പോഴ് പത്രം എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഞാൻ പറയും, മക്കളെ ഇപ്പം മണി 3 ഇനി നമ്മൾ കുടിക്കുന്ന വെള്ളം എന്തെങ്കിലും കുടിക്കാം. വേണ്ട അമ്മൂമ്മേ, വീട്ടിൽ ചെന്നിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ അവനെ ഞാൻ കുഞ്ഞിലെ 2 വർഷം കൊണ്ട് കൊണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അയാൾക്ക് ഭയങ്കര കുരുത്തക്കേടുണ്ടായിരുന്നു. അപ്പോൾ ഈശ്വരവിശ്വാസത്തിലൂടെ എൻ്റെ മോൻ വളരണം. ഇന്നത്തെ സാഹചര്യം നമ്മൾ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പത്രം കൊടുക്കുമ്പം തന്നെ ഇയാളുടെ തോളത്താണ് സ്കൂൾ ബാഗിലാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പം ഇവൻ ആലപ്പുഴയാണ്. തിരിച്ച് എൻ്റെ സ്ഥലത്ത് വിളിക്കും ഞാൻ. ശനിയാഴ്ച ഞായറാഴ്ച ഉള്ള ദിവസം, അമ്മ ഞാൻ ഇവിടെ വരുന്നു, വീട്ടിൽ വരാനുള്ള ടൈം കിട്ടത്തില്ല. ബസ്സിൽ വന്ന് അവിടെ ഇറങ്ങും. അപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് പോകും. അവിടെ നിന്ന് ഞങ്ങൾ അവിടെ ചെന്ന് പത്രങ്ങളെല്ലാം കൊടുത്ത് പിറ്റേ ദിവസമായിരിക്കും എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നത്.